Hi guys, welcome to English Padikam. This is me, Neetu Francis. എൻ്റെ ഇന്നത്തെ ടോപ്പിക്കാണ് ബിസിനസ് ഇംഗ്ലീഷ്. സോ ബിസിനസ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഓഫീസിലൊക്കെ സംസാരിക്കാൻ പറ്റിയതാണ് ഈ ഫ്രേസസ് ഒക്കെ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യത്തെയാണ് കാവ് ഔട്ട് എ നീഷ്. കാവ് ഔട്ട് എ നീഷ് എന്ന് പറഞ്ഞാൽ refers to the area of expertise in a particular field, market or profession. അതായത് നിങ്ങൾ ഏത് ഫീൽഡിലാണ് നിങ്ങൾ എക്സ്പേർട്ട് അതിൽ നിങ്ങൾ മുൻതൂക്കം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ടീച്ചിങ്ങിലാണ് എക്സ്പേർട്ട്. സോ അതുപോലെ ഓരോരുത്തരും ഓരോ ഫീൽഡിൽ എക്സ്പേർട്ടായിരിക്കും. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ she managed to carve out a niche in the fashion industry by focusing on sustainable and eco-friendly designs. Next phrase is getting something off the ground. Means start a new project or business. I'll give you one example. We are looking forward to getting the project off the ground and opening our new cafe. അടുത്തതാണ് buy the book. So what do you mean by buy the book? Buy the book എന്നുള്ള ഫ്രേസ് ബിസിനസ് ഫ്രേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ റൂൾസ് ഗൈഡ് ലൈൻസ് ആൻഡ് പ്രൊസീജിയർ. അതായത് ഓരോ കമ്പനിയുടെ നിയമങ്ങൾ അനുസരിച്ച് അതുപോലെ നമ്മൾ പോകണം. I'll give you one example. Our company handles financial reporting strictly by the book to avoid legal complications. Next one is in the red. So what do you mean by in the red? In the red means business is not making a profit. നമ്മൾ ലോസിലാണ് പോണേ. I'll give you one example. If you don't increase the sales, we will be in the red by the end of the year. Next one is get the ball rolling. So what do you mean by get the ball rolling? സോ ഇതുമാതിരി നിങ്ങൾ ബിസിനസ് ഇംഗ്ലീഷൊക്കെ നിങ്ങൾ ഓഫീസിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ വാവ് യു സ്പീക്കിംഗ് ക്വൈറ്റ് വെൽ എന്ന് പറയും, റൈറ്റ്? സോ ഗെറ്റ് ദ ബോൾ റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ദ സിമിലർ ഫ്രേസ് ആസ് ഗെറ്റ് സംതിങ് ഓഫ് ദ ഗ്രൗണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ? സോ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക, റൈറ്റ്? So for example, let's get the ball rolling by discussing the agenda for today's meeting. So the next one is multitask. So what do you mean by multitask? The ability to perform multiple tasks or activities simultaneously. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ പല പല കാര്യങ്ങൾ ചെയ്യുക. ലൈക്ക് ഇഫ് യു ആർ സ്റ്റഡിങ്, ഡാൻസ് കളിക്കുക, കുക്കിംഗ് ചെയ്യുക, വാട്സാപ്പ് നോക്കുക. അപ്പം കൂടുതൽ ലേഡീസിനാണ് ഈ മൾട്ടി ടാസ്കിങ് ഉള്ളത്. So I'll give you one example. As a parent, multitasking becomes a daily routine while balancing work, family time and household chores. Next phrase is bear in mind. So what do you mean by bear in mind? Bear in mind എന്ന് പറഞ്ഞാൽ reminding or warning someone about something important which they should remember. ആ ആളെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ആ കാര്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. എക്സാമ്പിൾ, bear in mind that the deadline is next Monday. അടുത്ത ഫ്രേസ് ആണ് keep your eye on the ball. What does it mean? അതായത് to stay focused and attentive. I'll give you one example. Despite the noise, she kept her eye on the ball and finished her presentation perfectly. അടുത്ത ഫ്രേസ് ആണ് break off negotiations. That means to end or pause talks about something without reaching an agreement. അതായത് രണ്ട് കമ്പനീസ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താൻ നോക്കുമ്പോൾ അതിന് അവരുടെ ഒരു എൻഡ് വരിക. ഫോർ എക്സാമ്പിൾ, വി നീഡ് ടു ബ്രേക്ക് ഓഫ് നെഗോസിയേഷൻസ് വിത്ത് ദാറ്റ് കമ്പനി ആസ് അവർ സിറ്റുവേഷൻ ഹാസ് ചേഞ്ച്ഡ്. അടുത്തതാണ് ലെവറേജ്. ലെവറേജ് എന്ന് വെച്ചാൽ എന്താ? യൂസിങ് സംതിങ് ടു മാക്സിമൈസ് അഡ്വാൻറ്റേജ്. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിനെ മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതായത് I'll give you one example. She leveraged her skill to secure a better job. അടുത്ത ഫ്രേസ് ആണ് go the extra mile. എന്ന് വെച്ചാൽ to make an extra effort to achieve a goal. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സക്സസ്ഫുൾ ബിസിനസ് go the extra mile by offering personalized services to their customers. അപ്പം ഇത് മീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രാ ആയിട്ട് എഫേർട്ട് ഇടുക, എന്നാലായിട്ട് നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഫ്രേസ് ഇസ് pick your brain. Pick your brain means seek advice, ideas or information from someone who has knowledge in a particular field. അതായത് ഒരു നോളജിനെ കുറിച്ച് നന്നായി അറിവുള്ള ആളോട് ഐഡിയാസും അഡ്വൈസും ചോദിക്കാം. Example,
Do you mind if I pick your brain about the marketing strategy for this project? അടുത്ത phrase ആണ് shoot off an email or fire off an email. That means to send an email quickly without much thought or preparation. അതായത് പെട്ടെന്നൊരു ഇമെയിൽ അയക്കുക. Example, I'll shoot off an email to HR and check about the interview schedule. അടുത്ത phrase ആണ് keep me in the loop. That means to keep someone updated or informed. ഒരു particular situation അല്ലെങ്കിൽ ഒരു project. I'll give you one example. Please keep me in the loop about any changes to the meeting schedule. Last phrase ആണ് brainstorm. So brainstorm means to generate ideas, solutions or strategies through group discussion. അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ വഴി നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്തണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി നീഡ് ടു ബ്രെയിൻസ്റ്റോം വേസ് ടു ഇംപ്രൂവ് കസ്റ്റമർ എൻഗേജ്മെൻറ്റ്. ഞാനിവിടെ ഇൻ്റർവ്യൂവിനും സ്പോക്കൺ ഇംഗ്ലീഷിനും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം. ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ മെസ്സേജ് ചെയ്യാം. ഈവൻ ഞാൻ പിള്ളേരെ വരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എബവ് 10 years. സോ താല്പര്യമുള്ള പേരൻസ് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഫ്രണ്ടിനെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് വീഡിയോസ് വേണ്ടതെന്ന് വെച്ചാൽ പ്ലീസ് മെൻഷൻ ഇൻ ദ കമൻറ്റ് ബോക്സ്.